10,000 mAh ബാറ്ററി ഉള്ള ഫോണുകൾ വരാൻ പോവാണ്. അതിന് മുകളിലേക്ക് ബാറ്ററി ഉള്ള ഫോണുകളും വരാൻ പോവാണ്. അത് മാത്രമല്ല റെഡ്മി നോട്ട് സീരീസ് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റെഡ്മി 15 ആണെങ്കിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിക്സൽ 10 സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആപ്പിൾ ബാംഗ്ലൂരിൽ പ്രൊഡക്ഷൻ തുടങ്ങിയിരിക്കുന്നു ഐഫോൺ 17 സീരീസിന്റെ. പിന്നെ അവരുടെ ഒരു പുതിയ ഷോറൂം ബാംഗ്ലൂരിൽ വരുന്നു. അങ്ങനെ ഒട്ടനവധി വാർത്തകളുണ്ടെന്ന് ടെക് ന്യൂസ് ആണ്. സോ നമുക്ക് ഒന്നൊന്നായിട്ട് തുടങ്ങാം. ആദ്യം 1-2 ലോഞ്ച്. ഈ അടുത്ത് ലോഞ്ചായ 2-3 പ്രൊഡക്റ്റുകൾ. ആ പ്രൊഡക്റ്റുകളുടെ കാര്യം പറഞ്ഞിട്ടാവും ബാക്കിയുള്ള ന്യൂസുകളിലേക്ക് കിടക്കുന്നത്. ഒന്നാമത്തെ പിക്സൽ 10 സീരീസ്. ഒരാളും കമന്റ് ചെയ്ത് ഞാൻ കണ്ടില്ല, ഞാൻ കാണാണ്ട് മിസ്സായി പോയതാണോ എന്തോ, ഇത്രയും വലിയൊരു അവർ പറയുന്നത് വേൾഡ് ബെസ്റ്റ് പിക്സൽ ഫോൺ ആണെന്നാണോ അവരുടെ ഇവന്റിൽ പറയുന്നുണ്ട്. അപ്പൊ അത്രയും ബെസ്റ്റ് ആയ ഒരു സാധനം ഇറങ്ങിയിട്ട് നിങ്ങൾ ആരും എന്താ ഒന്ന് ചോദിക്കാൻ, ഞാൻ വീഡിയോ എന്താ വരാത്തതെന്നൊന്നും ഒരു കമന്റും കണ്ടില്ല. ഞാൻ കാണാതെ വല്ലതും മിസ്സായിട്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി ആരെങ്കിലൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒരുത്തിന് അറിഞ്ഞതുപോലെ ഇതൊന്നും ഇങ്ങനെ ഒരു സംഭവം ലോഞ്ച് ആയിട്ടുണ്ട് 10 സീരീസ്. പക്ഷെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം കാര്യമായ യാതൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് തന്നെ 9 സീരീസ് കയ്യിലുണ്ടെങ്കിൽ അതും കൈപ്പിടിച്ചിരുന്നോളൂ. ഇതിലേക്ക് നോക്കേണ്ട യാതൊരു ആവശ്യം. പിക്സൽ 10 80,000 റേഞ്ചിൽ ഇറങ്ങിയിരിക്കുന്ന ഫോണാണ്. ടെൻസർ G5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോഴുള്ള ഡയമസിറ്റി സ്നാപ്ഡ്രാഗൺ പ്രോസസറുകളുടെ ഒന്നും 7 എത്തത്തില്ല. ഇത് തന്നെയാണ് എല്ലാ ഇതിലും വെച്ചിരിക്കുന്നത്. 10 10 പ്രോയില് 10 പ്രോ എക്സലില് ഫോൾഡില് എല്ലാത്തിലും ഇതേ പ്രോസസറാണ്. സോ പെർഫോമൻസിന്റെ ഭാഗത്തേക്ക് നോക്കണ്ട. ഡീസന്റ് യൂസിന് ഓക്കെ ആയിരിക്കും. ക്യാമറയിലും വലിയ കാര്യമായ മാറ്റമൊന്നുമില്ല. ബാറ്ററിയൊക്കെ 5000 mAh ഒക്കെ തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. അതുകൊണ്ട് അതിലും വലിയ അപ്ഗ്രേഡ് ഇല്ല. 25 വാട്ട് 35 വാട്ട് ചാർജിങ് ഒക്കെ തന്നെയാണ് എല്ലാത്തിലും കൂട്ടിയും കുറഞ്ഞ കിട്ടിയിരിക്കുന്നത്. എല്ലാത്തിനും സ്പെക്ക് നിങ്ങൾക്ക് കാണാം. സോ ഇതിനകത്തൊന്നും വലിയ കാര്യമായ മാറ്റങ്ങളില്ല. അപ്പൊ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, ഫാൻസ് ഉണ്ടാവുമല്ലോ, ഇതിപ്പോ എന്തായാലും വേണ്ടില്ല, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം. ആ പ്രൈസ് ഞാനിപ്പോൾ പറഞ്ഞു. 80,000 രൂപയാണ് പിക്സൽ 10 വരുന്നത്. 10 പ്രോയ്ക്ക് 1,10,000 വരുന്നത്. 10 പ്രോ എക്സലിന് 1,25 ആണെന്ന് തോന്നുന്നു. അതേപോലെ ഫോൾഡ് വരുമ്പോൾ 1,75 വരുന്നത്. ഫോൾഡൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ അങ്ങനെ പറയല്ല, സാധനത്തിന് അങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ല. എന്നാലും ഫോൾഡ് ഫോണുകളിൽ തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സംഭവം ഇതിന്റെ ഡിസൈനാണ്. എന്ത് ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ ഡിസൈൻ എന്ന്. ഒരുമാതിരി മുട്ട വേർതൊരു ഡിസൈനൊക്കെയാണ്. എന്താണ് അവ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്? കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ ചെയ്യാം. സാംസങ്ങിന്റെ ഫോൾഡ് കാണാൻ എന്ത് രസമാണ്. പോട്ടെ, അതിലൂടെ 10 സീരീസ് ലോഞ്ച് ചെയ്തിട്ട് താല്പര്യം നോക്കാം. പിന്നെ ഈ ഫോണുകളെ കുറിച്ചുള്ള ഒരു ട്രൂ എക്സ്പീരിയൻസ് ഞാൻ വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യാം. കാരണം അവർ റിവ്യൂ അയച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അതിവിടെ എത്തിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. പലപ്പോഴും ഈ ഫോണുകൾ സ്പെക്കുകളെക്കാൾ ഉപരി യൂസർ എക്സ്പീരിയൻസിൽ നന്നാവാറുണ്ട്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. എന്തായാലും യൂണിറ്റ് വരും, നമുക്ക് കൊണ്ട് ചെയ്യാം, ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. ഇനി അടുത്തൊരു ലോഞ്ച് ഉണ്ടായത് റെഡ്മി 15 ആണ്. കഴിഞ്ഞ ദിവസം ലോഞ്ച് ആയിട്ടുണ്ട്. പോക്കോ M7 Plus മുമ്പ് ലോഞ്ച് ആയിട്ടുണ്ട്. ഇത് രണ്ടും ലോഞ്ച് ചെയ്ത് രണ്ടും ഏകദേശം ഒരേ ഫോൺ തന്നെയാണ്. ഡിസൈനിൽ മാത്രം വ്യത്യാസം. സ്പെക്കൊക്കെ സെയിം ആണ്. 6 Gen 3 പ്രോസർ, 7000 mAh ബിഗർ ബാറ്ററി, 33 വാട്ടിന്റെ ചാർജിങ്, അതേപോലെ തന്നെ റിവേഴ്സ് ചാർജിങ് 18 വാട്ട്. അങ്ങനെ അത്യാവശ്യം 144 ഹെർട്സിന്റെ LCD ഡിസ്പ്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഡീസന്റ് ആയ 2 ഫോണുകളാണ് ഇത് രണ്ടും. ഇവിടെ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. പോക്കോയുടെ ഫോൺ ഇരിക്കുന്നുണ്ട്. ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്, ഷോർട്ട് ആയിട്ട് ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. കുഴപ്പമില്ലാത്ത ഫോണുകളാണ്. റെഡ്മി അല്ലെങ്കിൽ പോക്കോ ഈ ഒരു ബ്രാൻഡിന്റെ HyperOS സംവിധാനമുള്ള ഈ ഒരു ഫോൺ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാം. അപ്പോഴും 2-3 കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വേറെ ഒന്നുമല്ല, ഡ്യുവൽ സ്പീക്കർ ഇല്ല, സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. അതേപോലെ LCD ഡിസ്പ്ലേ ആണ്. അതേപോലെ 4K ഇല്ല. അതേപോലെ 4K റെക്കോർഡിംഗ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നില്ല. അത് ആ പ്രോസസറിന്റെ ലിമിറ്റേഷൻ ആണ്. അതേപോലെ തന്നെ ഡുവൽ സ്പീക്കർ വരുന്നില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ മിസ്സിംഗ് ഉണ്ട്. ഇവിടെ അവർ മെയിൻ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് 7000 mAh ബാറ്ററിയും റിവേഴ്സ് ചാർജിങ്, ഒരു പവർ ബാങ്ക് പോലെ ഇത് ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിനാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു പവർ ബാങ്ക് വേണ്ട, പകരം ഒരു ഹെവി ബാറ്ററിയുള്ള ഫോൺ 2 ദിവസം കൊണ്ട് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രൈസിൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേണമെങ്കിൽ ഈ ഫോണിനെ പരിഗണിക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാക്കി കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യമൊന്ന് മൈൻഡിൽ വെച്ചിട്ട് നോക്കാം. ഇനി അടുത്തൊരു ലോഞ്ചാണ് റെഡ്മി നോട്ട് സീരീസ്. ഫാൻസിന്റെ ഫേവറേറ്റ് ആയ നോട്ട് സീരീസ് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ട് ഇന്ത്യയിലല്ല 1-2 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ വരും. എന്തായാലും ഈ സീരീസിൽ ഇവർ ഗംഭീരമായിട്ടുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ സാധാരണ ഡീസന്റ് ആയ ലെവലിലുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഞാൻ അവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്, കണ്ടു നോക്കുക. അവിടുത്തെ പ്രൈസിങ് നോക്കുമ്പോൾ നല്ലതാണ്. അതായത് ചൈന കറൻസി കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 15 വന്നിട്ട് നോട്ട് 15 വന്നിട്ട് 13,000 റേഞ്ചിലാണ്. മറ്റേത് പ്രോ വന്നിട്ട് 17,000 റേഞ്ചിലാണ്. 24,000 റേഞ്ചിലാണ് ഈ പ്രോ പ്ലസ് വരുന്നത്. സോ ഈ പ്രൈസിങ്ങിന് ആ സ്പെക്കുകളൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എപ്പോഴും 2,000, 3,000, 4,000 കൂടാറുണ്ട്. അങ്ങനെ കൂടി വരികയാണെങ്കിൽ, അതായത് കഴിഞ്ഞ തവണ ലോഞ്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ 30,000 റേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ അതിനുള്ളതൊന്നും ഇല്ല. അല്ലെങ്കിലും ഇവരുടെ ഫോണുകൾ ഇപ്പോൾ വാല്യൂ ഫോർ മണിയിൽ കഴിഞ്ഞ ടെക്നിക്സിൽ ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഇവർ ഓഫ്ലൈൻ മാർക്കറ്റിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഫോണുകൾ വരുന്നത്. സോ വലിയ അമിത പ്രതീക്ഷയിൽ കാത്തിരിക്കേണ്ട എന്നുള്ളതേ ഉള്ളൂ. ഈ ഫോണുകളുടെ സ്പെക് ക്വാളിറ്റി നിങ്ങൾ ഇപ്പോൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡീസന്റ് ആണ്, വെയിറ്റ് ചെയ്യാം. ഇനി ബാക്കിയുള്ള ടെക്നോളജികൾ നമുക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം Xiaomi 16 Pro സീരീസ്. അടുത്ത 16 സീരീസ് ഇറങ്ങുമ്പോൾ അതിനകത്തൊരു മിനി ഫോൺ ഉണ്ടാവും. അതായത് ഇപ്പൊ എല്ലാ ബ്രാൻഡുകളും കുട്ടി ഫോണുകൾ ഇറക്കുന്നുണ്ടല്ലോ, അതുപോലെ ഇവരും മിനി ഫോൺ കൊണ്ടുവരാൻ പോവാണ്. 6.3 ഇഞ്ച് ആയിരിക്കും ഇതിന്റെ സൈസ് എന്നാണ് അറിയുന്നത്. സോ മിനി ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ട് ഈ ഫോണുകൾക്ക്. ആൾക്കാരൊക്കെ കാത്തിരിക്കുന്ന പോലെയാണ്. എന്തായാലും ഷവോമിയുടെ ഈ അടിപൊളി സീരീസ്, ആ നമ്പർ സീരീസിൽ ഒരു മിനി വരുന്നുണ്ട്. സോ
ഫാൻസിനെ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യും. ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം പറയാനുള്ളത് iQOO 15 ഒക്ടോബറിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ചൈനയിലായിരിക്കും. എന്തായാലും അത് ഗംഭീര സംഭവമായിരിക്കും. സ്നാപ്ഡ്രാഗൺ 8 പ്രോസസർ ഉണ്ടായിരിക്കും, 2K ഡിസ്പ്ലേ ഉണ്ടായിരിക്കും, 100 വാട്ടിന്റെ ചാർജിങ്ങിന്റെ ഒപ്പം റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിവേഴ്സ് അല്ല, വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാറില്ല, ഇത്തവണ വയർലെസ് ചാർജിങ് അടക്കം സപ്പോർട്ട് ചെയ്യുന്നു. സോ ഒരു കംപ്ലീറ്റ് പാക്ക് ഇൻക്ലൂഡിംഗ് ക്യാമറ അടക്കം നല്ല സെറ്റപ്പിൽ ഒരു കംപ്ലീറ്റ് പാക്ക് ആയിട്ടാണ് ഈ ഫോൺ ഇറങ്ങാൻ പോകുന്നത്. ഒരു ട്രൂ ഫ്ലാഗ്ഷിപ്പ്. ഇവരുടെ ഫോൺ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് പറയുമ്പോൾ 50 രൂപ റേഞ്ചിൽ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് വയർലെസ് ചാർജിങ് ഉണ്ടാവാറില്ല, അതൊരു കുറവാണ്. ഇത്തവണ ഇതെല്ലാം സെറ്റപ്പ് ആക്കി നൈസായിട്ട് നടക്കാൻ പോകും. പിന്നെ അതിൽ 3x പെരിസ്കോപ്പിക് ക്യാമറ ഉണ്ടായിരിക്കും. അത് ഞാൻ പറഞ്ഞത് ഒന്നും മിസ്സാക്കാതെ എല്ലാം പാക്ക് ചെയ്തുകൊണ്ടാണ് വരുന്നത്. വിലയിൽ 60 രൂപയ്ക്ക് ഇറക്കുമോ അതിന് മുകളിൽ പോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എല്ലാ സംഭവങ്ങളും ഉണ്ട്. iQOO ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. ഉറപ്പായിട്ടും ഫാൻസ് ഉണ്ടാവും, എനിക്കറിയാം. കാരണം നല്ല വാല്യൂ ഫോർ മണി പെർഫോമൻസ് ഫോണുകൾ തരുന്ന ബ്രാൻഡാണ് ഇത്. അത് അവരുടെ ബെസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാനുള്ള ഒരു വകുപ്പ് കാണുന്നത്. ഇനി അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ഫോക്സോൺ അവരുടെ ബാംഗ്ലൂരിൽ iPhone 17 സീരീസിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. സോ അടിപൊളിയായിട്ട് ഇന്ത്യൻ നിർമ്മിത ഐഫോണുകൾ നമുക്ക് ഇനി ഉപയോഗിക്കാൻ സാധിക്കും. അത് ബേസ് മോഡൽ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ഇവിടെ തന്നെയാണ്. അതിന്റെ പ്രോ ഇവിടെയാണെന്ന് എനിക്ക് അറിയില്ല. ബാംഗ്ലൂരിലല്ല, ബാംഗ്ലൂരിൽ 17 ആണ്. 17 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 17 സീരീസ് എന്നാണ് ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായത്. എന്തായാലും ഉൽപാദനം തുടങ്ങിയിട്ടുണ്ട്. വില കുറയുമെന്ന് ചോദിച്ചാൽ ഇല്ല, വില കൂടുമെന്നാണ് നമ്മൾ കഴിഞ്ഞ ടെക്നോളജി പറഞ്ഞായിരുന്നു. കൂടുമെന്നാണ് കേൾക്കുന്നത്. അതിപ്പോ എന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ല. എന്തായാലും വരട്ടെ, വരുമ്പോൾ നമുക്ക് ലോഞ്ച് ആയി കഴിയുമ്പോൾ ഞാൻ പറയാം അതിന്റെ വിശദാംശങ്ങളൊക്കെ. ഇനി മറ്റൊരു കാര്യം, ഈ കോമ്പാക്ട് ഫോൺ നമ്മൾ പറഞ്ഞില്ല, Xiaomi 16 Pro അല്ലെങ്കിൽ അതിന്റെ ഒരു മിനി ഇറങ്ങുന്നത്, അത് 50-60 രൂപ റേഞ്ചിൽ ഇറങ്ങുന്നത്. പക്ഷെ 20,000 താഴെ മിനി ഫോൺ ഒന്നും വേണ്ടേ? നമുക്കില്ലേ ഈ ഇത്തിരി ഒതുങ്ങിയ ഫോൺ കൈപിടിക്കണം എന്ന് ആഗ്രഹം. പക്ഷെ ഒറ്റ ബ്രാൻഡ് ഇറക്കുന്നില്ല. പക്ഷെ ഇത് ബ്രാൻഡ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. റിയൽമിയുടെ ഏതോ ഒരു 15T ആണോ ഏതോ ഒരു T ഫോൺ വന്നിട്ട് മിനി ഫോൺ ആയിരിക്കും എന്നാണ് അറിയുന്നത്. അത് 6.3 ഇഞ്ചാണോ 5 ഇഞ്ചാണോ? 5 ഇഞ്ചാണെങ്കിൽ അത്ര ചെറുതെന്ന് പറയാനില്ല. പക്ഷെ 3 ആണെങ്കിൽ 6.3 ഇഞ്ച് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോമ്പാക്ട് ഫോൺ റിയൽമിയുടെ 20,000 താഴെ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒതുങ്ങിയ ഫോൺ വേണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും നോക്കാൻ പറ്റും. റിയൽമി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്യാമറ ഉണ്ടാവുന്ന പ്രതീക്ഷ. ഇനി അടുത്തൊരു കാര്യം, നമസ്കാര ബാംഗ്ലൂരു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആപ്പിൾ അവരുടെ പുതിയ ഒരു ഷോറൂം ബാംഗ്ലൂരിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആപ്പിൾ ഇന്ത്യ മൊത്തം ഷോറൂമുകൾ ഷോറൂം ശൃംഖലയാണ് വ്യാപിപ്പിക്കണം. ഒറിജിനൽ ഷോറൂം കേട്ടോ, ഓതറൈസ്ഡ് അങ്ങനത്തെ സംഭവം അല്ല. അവരുടെ തന്നെ ഡയറക്റ്റ് ഷോറൂം ആരംഭിക്കുകയാണ്. നമ്മൾ ആപ്പിൾ BKC അവരുടെ ഷോറൂം തുറന്നപ്പോൾ നമ്മളൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ പോയിട്ടായിരുന്നു. ഇപ്പോൾ ബാംഗ്ലൂർ ഓപ്പൺ ചെയ്യാണ്. സോ എല്ലാ സിറ്റികളിലും ആപ്പിളിന്റെ ഒറിജിനൽ ഷോറൂമിൽ വരും. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ടെൻഷൻ ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അവരുടെ ഷോറൂമിൽ നിന്ന് ഇനി ഐഫോണുകൾ വാങ്ങിക്കാം. ഗംഭീര സെറ്റപ്പ് ആണ്. ഫോട്ടോസ് കണ്ടിട്ട് എനിക്ക് ഗംഭീരമായിട്ടാണ് തോന്നിയത്. എന്നാലും വരട്ടെ, നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് പോയി വിസിറ്റ് ചെയ്യണം. സംഭവം ഗംഭീരമായിട്ട് തോന്നുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നമ്മുടെ മെയിൻ എലിഫന്റ് ഇൻ ദ റൂം ടെക്നോസിൽ ഇന്നത്തെ ഭയങ്കര സംഭവം എന്ന് പറയുന്നത് 10,000 mAh മുകളിൽ ബാറ്ററി ഉള്ള ഫോൺ ഇറങ്ങുകയാണെന്നുള്ളതാണ്. 10,000 mAh മുകളിലേക്ക് വരുമ്പോൾ ഇതിന്റെ തിക്നെസ് ഭയങ്കരമായിട്ട് കൂടുമോ നിങ്ങൾ ചിന്തിച്ചാൽ ഇല്ല എന്നുള്ളതാണ് അറിയുന്നത്. അതായത് 8.5 mm തിക്നെസ് എന്ന് വെച്ചാൽ ഒരു ഡീസന്റ് തിക്നെസ് ആണത്. ആ ഒരു തിക്നെസ്സിൽ 10,000 mAh മുകളിലേക്ക് ഒരു ബാറ്ററിയാണ്. കാരണം നിങ്ങളിവിടെ കാണാം അതിന്റെ ഇമേജിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടാണ് അപ്പുറത്ത് XS6. അതായത് എന്താണ് ഇവിടെ നമ്പർ, 10 ആണോ 11 ആണോ 12 ആണോ എത്ര 1000 mAh ആണെന്നുള്ളതാണ് ചോദ്യം. എന്തായാലും 27 തീയതി ഓഗസ്റ്റ് ഈ ഒരു ഡേറ്റിലാണ് അവർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് 10,000 mAh ആണെന്ന്. അതിനെക്കുറിച്ച് മുമ്പേ അവർ പറഞ്ഞു. അത് ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്നതാണ് 10 GT7 എന്തോ 10,000 mAh ഫോൺ എന്ന് പറഞ്ഞിട്ട് അത് വേറെയാണ്. ഇത് അതിനേക്കാൾ മുകളിൽ ഒരു ബാറ്ററി സൈസുമായിട്ടാണ് വരുന്നത്. ഇവർ തന്നെ ഉണ്ടാക്കി ഇറക്കണമെങ്കിൽ ഇവർ തന്നെ ബ്രേക്ക് ചെയ്യണം. സോ ഗംഭീര ബാറ്ററി സെറ്റപ്പ്. 11,000-12,000 ഒക്കെ വരികയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. പവർ ബാങ്ക് വേണ്ട. നമ്മുടെയൊക്കെ സാധാരണ പവർ ബാങ്ക് എന്ന് പറയുന്നത് 10,000 mAh ആണ്. അത് അതിന് മുകളിലാണ് ഫോണിൽ തന്നെ ബാറ്ററി വരാൻ പോകുന്നത്. പക്ഷെ ഇവിടെ ഞാൻ കാണുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, ഈ സിലിക്കൺ കാർബൺ ബാറ്ററി വെച്ചുകൊണ്ട് അത്യാവശ്യം ഒരു നോർമൽ സൈസുള്ള പവർ ബാങ്ക് ആണെങ്കിൽ പോലും ഒരു 40,000-50,000 mAh പവർ കയറി. ഒരു പവർ ബാങ്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണൊക്കെ ഒരു മാസം കൊണ്ടു നടന്ന് ചാർജ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു സെറ്റപ്പ് സുഖമായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു. ഈ തരത്തിൽ സൈസിലുള്ള ഒരു ബാറ്ററിയും കൂടി ആവും. സോ പവർ ബാങ്കിലും ഇത്തരം ബാറ്ററികൾ വരട്ടെ. എന്തായാലും ഫോണിൽ ഗംഭീര ബാറ്ററിയുമായിട്ടാണ് റിയൽമി വരാൻ പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ 7,000-7,300 mAh ആയിട്ട് എത്തിക്കഴിഞ്ഞു. 10,000-ലേക്ക് എത്തും. നമ്മുടെ ഐഫോൺ ഇപ്പോഴും 5,000 mAh ബാറ്ററി വെച്ചൊന്നാണ് ലോഞ്ച് ചെയ്യാൻ പോകും. സോ സാഡ്. അവർക്ക് ഒരു 7,000 വെച്ചുകൂടെ? എന്തായാലും അത്രയുമാണ് ഇന്നത്തെ കുറച്ച് പ്രധാനപ്പെട്ട ടെക്നോളജി വാർത്തകൾ. എന്തൊക്കെയാണ് വാർത്തകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.